കൊടുങ്ങല്ലൂർ നഗരസഭാ യോഗത്തിനിടെ പ്രതിപക്ഷ ബഹളം. നഗരസഭാ ചെയർപേഴ്സണെ തടഞ്ഞു. വനിതാ കൗൺസിലർമാരെ കയ്യേറ്റം ചെയ്തതായും പരാതി. വാർഷിക പദ്ധതി ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തെ ചൊല്ലി പ്രതിപക്ഷത്തെ ബി.ജെ.പി. കൗൺസിലർമാർ പ്രതിഷേധമുയർത്തുകയായിരുന്നു. ഭരണപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളിലേക്ക് മാത്രമാണ് ഫണ്ട് അനുവദിക്കുന്നതെന്നായിരുന്നു ആരോപണം. ബഹളത്തിനിടെ അജണ്ടകൾ പാസ്സായതായി അറിയിച്ച് ചെയർപേഴ്സൺ ടി.കെ. ഗീത ഓഫീസിലേക്ക് മടങ്ങി. തുടർന്ന് ബി.ജെ.പി. കൗൺസിലർമാർ ചെയർപേഴ്സണെ ഓഫീസിൽ തടഞ്ഞുവെക്കുകയായിരുന്നു. പുറത്തുപോകാൻ ശ്രമിച്ച തന്നെയും കൗൺസിലർ അലീമ റഷീദിനെയും ബി.ജെ.പി. കൗൺസിലർമാർ കയ്യേറ്റം ചെയ്തതായി ടി.കെ. ഗീത ആരോപിച്ചു. അതുപോലെ എല്ലാ കൗൺസിലേഴ്സും എന്നെ വളരെയധികം ശക്തിയായി തടയുകയും ചെയ്തു. ഞാൻ നിർബന്ധപൂർവ്വം വാതിൽ തുറന്നപ്പോൾ എന്നെ സഹായിക്കുന്ന രീതിയിൽ അലീമ റഷീദ് എൻ്റെ അടുത്തേക്ക് വന്നു. അലീമ റഷീദിന്റെ മുഖത്തേക്ക് വാതിൽ വീണ്ടും ശക്തമായി അടച്ചപ്പോൾ അലീമ റഷീദിന്റെ മുഖത്തേക്ക് തട്ടുകയും ചെയ്തു. ഞാനൊരു വിധത്തിൽ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ ആണുങ്ങളായ കൗൺസിലേഴ്സ് എന്നെ തടയുകയും ചെയ്തു. അവരെ കവച്ചു വെച്ചുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക്. വളരെ മോശമായ ഒരു പ്രവർത്തനമാണ് ഇന്നത്തെ കൗൺസിലിൽ ബി.ജെ.പി. കൗൺസിലേഴ്സ് ചെയ്തത്. അത് ആണെന്നോ പെണ്ണെന്നോ എന്ന വ്യത്യാസമില്ലാതെയാണ് ഞങ്ങളോട് ഇത്തരത്തിൽ വികാരപരമായ പെരുമാറ്റമാണ് ചെയ്തത്. എന്നാൽ വാർഷിക പദ്ധതി ഭേദഗതിയിൽ പ്രതിപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളെ പൂർണ്ണമായും അവഗണിച്ചതായി ബി.ജെ.പി. കുറ്റപ്പെടുത്തി. ഇത് ചോദ്യം ചെയ്തപ്പോൾ ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ട് ഇറങ്ങിപ്പോവുകയായിരുന്നു. യോഗം പിരിച്ചുവിട്ടത് ചോദ്യം ചെയ്ത ബി.ജെ.പിയുടെ വനിതാ കൗൺസിലർമാരെ ഭരണപക്ഷ കൗൺസിലർമാർ മർദ്ദിച്ചതായി പ്രതിപക്ഷ നേതാവ് ടി.എസ്. സജീവൻ ആരോപിച്ചു. LDFിന്റെ വാർഡിലേക്ക് മാത്രം 1,11,50,000 രൂപ വീതം വയ്ക്കുകയും ബി.ജെ.പിയുടെ വാർഡിലേക്ക് 1 രൂപ പോലും തരാത്തൊരു സാഹചര്യമാണ് ഇന്ന് കൗൺസിലിലെ ഈ അടിയന്തര കൗൺസിലിൽ വന്നിട്ടുള്ള അജണ്ടയിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അതിനോട് ബന്ധപ്പെട്ട് ചെയർപേഴ്സന്റെ മുറിയിൽ അത് സംസാരിക്കാൻ വേണ്ടി ഞങ്ങളെ കൗൺസിലർമാർ ചെന്ന സമയത്ത് വളരെ ധിക്കാരപരമായി പെരുമാറുകയും അതുപോലെ ചെയർപേഴ്സണും 1-2 വനിതാ കൗൺസിലർമാരും ഞങ്ങളുടെ കൗൺസിലർമാരെ മൃഗീയമായി മർദ്ദിക്കുകയാണ് ചെയ്തത്. ഇതിനെ ജനാധിപത്യ രീതിയിൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ സമരപരിപാടിയുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ.